ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കൺസീൽഡ് മാക്സിമം ചെയ്തുകൊണ്ട് പൈപ്പ് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു റൂമിൽ നമുക്ക് മാക്സിമം സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ മുകളിൽ നമുക്ക് എത്ര ബോക്സുകളാണ് ഒരു റൂമിലൊക്കെ കൊടുക്കേണ്ടത്, അതായത് LED ബോക്സുകൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു റൂമാണ് വരുന്നത്. റൂമിൽ എക്സ്ട്രാ ഒരു ബീം വരുന്നുണ്ട്. ഇനി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് LED ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കാം. എന്നിരുന്നാൽ തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 4 LED ഈ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. 4 സ്ഥലങ്ങളിലായിട്ട് 4 കോർണറിലായിട്ടാണ് നമ്മളിവിടെ LED ബോക്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ലിവിങ് ഏരിയ ആണ് വരുന്നത്. ലിവിങ് ഏരിയയിലാണെങ്കിലും 4 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 6 വാട്ടിൻ്റെ 4 എണ്ണം വരാവുന്ന രീതിയിൽ ഭിത്തിയിൽ നിന്നും ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ നീക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ലിവിങ് ഏരിയ ആണെങ്കിലും ഇതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഒരു 60 സെൻറ്റിമീറ്റർ 2 സൈഡുകളിൽ നിന്ന് നീക്കിയിട്ടായിട്ട് ഒരു 4 ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിങ് ഏരിയ കുറച്ച് ലെങ്ത് കൂടുതലാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ 4 എന്ന് പറയുന്നത് 6 ആക്കി മാറ്റാം. അതായത് വൺ സൈഡ് 3, അപ്പുറത്തെ സൈഡ് 3, അങ്ങനെ നമുക്ക് കൊടുക്കാം. പക്ഷേ ഓവറായിട്ട് ലൈറ്റ് കൊടുത്താൽ വൃത്തികേടായിരിക്കും കാണാനായിട്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഏരിയ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, സ്റ്റെയറിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന ഏരിയയിൽ സ്റ്റെയറിൻ്റെ താഴെ ലൈറ്റ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റെയറിൻ്റെ താഴെ വരുന്ന ഏരിയയിൽ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ഏരിയകളിൽ ഒരു 2 ലൈറ്റ്സ് കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി പോകുന്ന സ്ഥലത്തായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കണ്ടോ, അത്രയും ഏരിയകളിൽ വരുന്ന ഏരിയ നോക്കിയിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. ഒരുപാട് ലൈറ്റുകൾ അടുത്ത് പോയാലും കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ റൂമുകളിൽ കൊടുക്കേണ്ടത് മിനിമം ഒരു 4 എണ്ണമെങ്കിലും ഏറ്റവും കുറഞ്ഞ് കൊടുക്കണം. അത് 4 കോർണറിൽ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. കിച്ചൻ്റെ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസിങ് ഏരിയ ഉണ്ടാവും, അതുപോലെ തന്നെ കിച്ചൻ്റെ സ്ലാബ് വരുന്ന ഏരിയ ഉണ്ടാവും, അതായത് കബോർഡ് വർക്ക് വരുന്ന ഏരിയ. ആ കബോർഡ് വർക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പറയുന്ന LED ലൈറ്റ്സ് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കബോർഡ് വർക്കിൻ്റെ അകത്തായി പോകും LED ബോക്സ്. അപ്പോൾ കിച്ചണിൻ്റെ ഏരിയയിൽ ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. അതായത് കബോർഡ് വർക്ക് ഒഴിവാക്കിയിട്ടുള്ള ഏരിയയിലായിരിക്കണം നല്ലത്. അത് ഏറ്റവും നല്ലത് കിച്ചണിൽ കൂടി ഒന്ന് 2 എണ്ണത്തേക്കുള്ളിൽ കൊടുക്കാതിരിക്കുന്ന നല്ല LED ബോക്സ്. അപ്പം നമ്മുടെ മെയിനായിട്ട് വരുന്ന പാസിങ് ഏരിയ ഉണ്ടാവും, അതായത് നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ ഹാളിൽ നിന്നോ നമ്മൾ കിച്ചണിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു പാസിങ് ഏരിയ ഉണ്ടാവും. ആ പാസിങ് ഏരിയ അതുപോലെ തന്നെ വർക്ക് ഏരിയയിലേക്ക് പോകുന്നൊരു പാസിങ് ഏരിയ, അതിലേക്ക് പോകുന്ന ഏരിയയിൽ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. റൂമുകളിൽ നമുക്കൊരു 6 വാട്ടിൻ്റെ ഒരു 4 എണ്ണം കൊടുക്കാം. ഇനി 6 വാട്ട് വേണം നിർബന്ധമില്ലെങ്കിൽ നമുക്കൊരു 3 വാട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അത്രയും പ്രകാശം കുറവായിരിക്കും വരുന്നത്. അപ്പോൾ റൂമുകളിൽ നമ്മളൊരു 4 എണ്ണം 6 വാട്ടിൻ്റെ കൊടുത്തു. ഹാളിൽ ഇതുപോലെ തന്നെ ഒരു 6 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം വെച്ചിട്ട് ഓരോ കോർണറിൽ നമ്മൾ 6 വാട്ടിൻ്റെ കൊടുത്തു. ഇനി പുറത്ത് വീടിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഓവറായിട്ട് വെളിച്ചത്തേക്കാൾ നല്ലത് ഒരു വാം വൈറ്റ്സ്, അതായത് ഒരു മഞ്ഞ കലർന്ന ലൈറ്റാണ് ഏറ്റവും നല്ലത് പുറത്ത് കൊടുക്കുന്നത്. അത് 3 വാട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം 3 വാട്ടാണ് കുറച്ചുകൂടി എല്ലാ വീടുകൾക്കാണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗി കാണാൻ 3 വാട്ടാണ്. 6 വാട്ട് കൊടുത്തു എന്ന് വിചാരിച്ച് വിഷയമില്ല. പക്ഷേ ഏറ്റവും നല്ലത് 3 വാട്ട് തന്നെ എല്ലാ വീടിൻ്റെ പുറത്ത് കംപ്ലീറ്റ് സെൻസേഡ് ഏരിയയിൽ മൊത്തം പുറത്ത് ഒരു വാം വൈറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ നല്ല ലുക്കായിരിക്കും വീട് കാണാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫർമേഷനായി വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.